ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഹക്കീം കാക്കയുടെ നൂഡിൽസ് ഉണ്ടാക്കിയല്ലേ ഗൈസ്. അപ്പോൾ ഹക്കീം കാക്ക അല്ല, ഹക്ക നൂഡിൽസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ചരുവത്തി നമ്മുടെ നൂഡിൽസിന് മുങ്ങിച്ചാവുന്ന രീതിയിലുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മൾ നൂഡിൽസിനെ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് അതിലോട്ട് കുറച്ച് ഉപ്പും അതുപോലെ എണ്ണ ഒഴിച്ച് നല്ലപോലെ തിളപ്പിച്ച് അടച്ച് മാറ്റി വെക്കുക. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് ആവശ്യമുള്ള പച്ചക്കറിയെല്ലാം നമ്മുടെ ഫ്രിഡ്ജിൽ നിന്ന് അടിച്ച് മാറ്റാം ഗൈസ്. അപ്പോൾ ഈ കാണുന്ന പച്ചക്കറിയെല്ലാം ഞാൻ എടുത്തേക്കുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ നിങ്ങൾക്ക് എടുക്കാവേ. അത് കഴിഞ്ഞ് ഇത് ഏതെങ്കിലും ഒരു ഷേപ്പിൽ അരിഞ്ഞെടുക്കാം നമുക്ക്. ഞാൻ നീളത്തിലാണ് അരിഞ്ഞേക്കുന്നത്. ക്യാപ്സിക്കം, ക്യാരറ്റ്, അതുപോലെ തന്നെ ക്യാബേജ്, സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, ഈ സാധനം എല്ലാം കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്കൊരു വലിയ ചീനിച്ചട്ടി എടുത്ത് കൊടുക്കണം. ശരിക്കും പറഞ്ഞാൽ എല്ലാം ഇളക്കി എടുക്കണം. നമുക്ക് വലിയ ചീനിച്ചട്ടി തന്നെ വേണം. അതിലോട്ട് നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മുട്ട എടുത്താൽ മതി, അത് ഓപ്ഷണലാണ്. അപ്പോൾ മുട്ട ചിക്കി വരുമ്പോഴത്തേക്ക് അതിലോട്ട് കുരുമുളക് പൊടി, ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ലപോലെ ചിക്കി എടുത്ത് നമുക്ക് മാറ്റി വെക്കാം. അത് കഴിയുമ്പോൾ അതേ ചീനിച്ചട്ടി തന്നെ ഞാൻ ഒലിവ് ഓയിലാട്ടോ എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ എണ്ണ എടുത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുത്ത് അതിലോട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇട്ട് നല്ലപോലെ ചിക്കി എടുക്കാവേ. അതൊന്ന് ഓട്ടായി വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ പച്ചക്കറി എല്ലാം കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. അത് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് നമുക്ക് അടച്ച് വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് അടച്ച് വെച്ച് കുറച്ച് നേരം നിൽക്കാം. അത് കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണേ. അത് കഴിഞ്ഞ് നല്ല വാടി വരുമ്പോഴത്തേക്കും അതിലോട്ട് നമുക്ക് മാഗി മസാലയുടെ സാഷറ്റാണ്. അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് നമ്മുടെ കെച്ചപ്പ് കൂടി ഇട്ട് നല്ലപോലെ അങ്ങോട്ട് ഇളക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ മസാല ഇത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മുടെ വേവിച്ച് വെച്ചേക്കുന്ന നൂഡിൽസ് ഞാൻ ഊറ്റുകൊട്ടയിലായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു വെള്ളം വാറാൻ വേണ്ടി. അതും കൂടി ഇതിനായിട്ടിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കണം. ശരിക്കും പറഞ്ഞാൽ ഇത് നമുക്ക് ഇങ്ങനെ 2 സ്പൂൺ വെച്ചിട്ട് ഇളക്കിയെടുക്കണം. നമ്മുടെ ചൈനക്കാരൻ ചേച്ചിമാരൊക്കെ പാത്രത്തിലേക്ക് തട്ടുന്ന കണ്ടിട്ടില്ലേ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് നമുക്കില്ലല്ലോ ആ പാത്രം. അപ്പോൾ ഇങ്ങനെ ഇളക്കിയാൽ നല്ലപോലെ യോജിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ആദ്യമേ എടുത്ത് വെച്ച മുട്ടയും കൂടി ഡെക്കറേഷന് മണ്ടയ്ക്ക് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ സാധാ നൂഡിൽസ് ഇങ്ങനെ ചെയ്യാം. എന്തായാലും ചെയ്ത് നോക്കണേ. അപ്പോൾ അത്രയുള്ള എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ ഗൈസ്. അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും വിട്ടുപോകല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ, സീ യു.